ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. എം.ടി. രമേശ്, എസ്. സുരേഷ്, അനൂപ് ആന്റണി, ശോഭാ സുരേന്ദ്രൻ എന്നിവർ ജനറൽ സെക്രട്ടറിമാർ. മുൻ ഡി.ജി.പി ആർ. ശ്രീലേഖ ഉൾപ്പെടെ ജനറൽ സെക്രട്ടറിമാർ. 10 വൈസ് പ്രസിഡന്റുമാർ. മുരളീധര പക്ഷത്തെ വെട്ടിയാണ് പുതിയ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സി. കൃഷ്ണകുമാറിനെയും പി. സുധീറിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുമുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ. പ്രസാദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ ആദ്യം പറയാം. സേതുലക്ഷ്മി, ഇതിൽ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ എടുത്തു പറയേണ്ടത് മുരളീധരൻ, കെ. സുരേന്ദ്രൻ പക്ഷത്തെ പൂർണ്ണമായും വെട്ടി എന്നുള്ളത് തന്നെയാണ്. പുതിയ ജനറൽ സെക്രട്ടറിമാരിൽ, കഴിഞ്ഞ ജനറൽ സെക്രട്ടറിമാരിൽ ആകെ എം.ടി. രമേശ് മാത്രമാണ് തുടരുന്നത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ഇതിൽ ശോഭാ സുരേന്ദ്രന് വലിയ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ശോഭാ സുരേന്ദ്രന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ പക്ഷം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് ജനറൽ സെക്രട്ടറിയായി കൂടി ഇതിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 4 പുതിയ ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് 4 ജനറൽ സെക്രട്ടറിമാർ. ഇതിൽ നേരത്തെ മുരളീധര പക്ഷത്തുണ്ടായിരുന്ന, കെ. സുരേന്ദ്രൻ പക്ഷത്തുണ്ടായിരുന്ന സി. കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ സുധീർ എന്നിവരെ വെട്ടി മാറ്റിയിട്ടുണ്ട്. സി. കൃഷ്ണകുമാറിനെയും സുധീറിനെയും വൈസ് പ്രസിഡന്റുമാരാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് മുൻ ഡി.ജി.പി ആയിരുന്ന ആർ. ശ്രീലേഖ വൈസ് പ്രസിഡന്റായി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ ബി ജെ പിക്കകത്ത് കഴിഞ്ഞ കുറേ നാളുകളായി രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായതിനു ശേഷം വലിയ അമർഷം മുരളീധരൻ പക്ഷത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ആക്കം കൂട്ടുന്ന തരത്തിലേക്കാണ് ഈ ഭാരവാഹി പട്ടിക എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ കെ. സുരേന്ദ്രനെയും മുരളീധരനെയും അവരുടെ ജില്ലാതല അവലോകന യോഗത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തിയിരുന്നു. ഇപ്പോൾ അവരോടൊപ്പമുള്ള മറ്റ് നേതാക്കളെ കൂടി ഭാരവാഹി പട്ടികയിൽ നിന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തു നിന്ന് കൂടി മാറ്റി എന്നുള്ളതാണ്. അവരെല്ലാം വൈസ് പ്രസിഡന്റുമാരായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതിൻ്റെ അലയൊലികൾ സ്വാഭാവികമായും ബി.ജെ.പിക്കകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ 10 വൈസ് പ്രസിഡന്റുമാരാണ് ഇത്തവണ പുതിയ ഭാരവാഹി പട്ടികയിലുള്ളത്. അതിൽ 10 വൈസ് പ്രസിഡന്റുമാരിൽ ഡോക്ടർ കെ. എസ്. രാധാകൃഷ്ണൻ, സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹം കണ്ണൂരിൽ നിന്നാണുള്ളത്. അഡ്വക്കേറ്റ് പി. സുധീർ, ഇത് നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ഇപ്പോൾ വൈസ് പ്രസിഡന്റായി മാറിയിരിക്കുന്നു. സി. കൃഷ്ണകുമാർ, അദ്ദേഹവും ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ഇപ്പോൾ വൈസ് പ്രസിഡന്റായി മാറിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ സലാം, ശ്രീമതി ആർ. ശ്രീലേഖ, കെ. സോമൻ, കെ. അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നേരത്തെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും വൈസ് പ്രസിഡന്റ് പട്ടികയിലാണുള്ളത്. ജനറൽ സെക്രട്ടറിമാരിൽ 4 പേർ, അതിൽ നേരത്തെ എം.ടി. രമേശ് മാത്രമാണ് തുടരുന്നത്. ബാക്കി 3 പേരും പുതിയ ആളുകളാണ്. ശോഭാ സുരേന്ദ്രന് വലിയ പ്രാധാന്യം ഈ പുതിയ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടറിമാരിൽ ട്രഷററായിട്ടുള്ള ഇ. കൃഷ്ണദാസ്, പാലക്കാട് നിന്നുള്ള അദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിയിലും ട്രഷററായിരുന്നു, അദ്ദേഹം ഇത്തവണ തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും ബി.ജെ.പിക്കകത്ത് പുതിയ പട്ടിക വന്നതോടുകൂടി ഇനി വരും ദിവസങ്ങളിൽ അതെങ്ങനെയാണ് മുരളീധരൻ, സുരേന്ദ്രൻ പക്ഷം അതിനെ ഏറ്റെടുക്കുക എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതൊരു പക്ഷേ അവരുടെ ആഭ്യന്തര കലഹം മൂർച്ഛിക്കാൻ തന്നെയായിരിക്കും ഈ ഒരു ഭാരവാഹി പട്ടിക സ്വാഭാവികമായും മാറാൻ സാധ്യത. തീർച്ചയായും പ്രസാദ്, കാരണം ഈ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിനു ശേഷം നടത്തുന്ന നീക്കങ്ങൾ, പ്രത്യേകിച്ച് മുരളീധര പക്ഷത്തെയും സുരേന്ദ്ര പക്ഷത്തെയും ബോധപൂർവം ഒഴിവാക്കുന്നു എന്നുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ 2 പേർക്കുമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഈ നടന്ന മീറ്റിങ്ങുകളിലൊക്കെ, നടന്ന യോഗങ്ങളിലൊക്കെയും അവരുന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഈ പാർട്ടി പലപ്പോഴും ഒതുക്കാൻ ശ്രമിക്കുന്നു, ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു, ഒരു മുതലാളിത്ത സമീപനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഈ 2 പക്ഷക്കാരും ആഴത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ 2 ടീമിനെയും, ഈ സുധാകര പക്ഷത്തെയും അതുപോലെ ഈ മുരളീധര പക്ഷത്തെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള പുതിയ പട്ടിക കൂടി വരുന്നത്. വരും ദിവസങ്ങളിൽ അപ്പോൾ ഈ നിലവിലെ ആഭ്യന്തര കലഹം അത് കൂടുതൽ രൂക്ഷമാകുന്ന രീതിയിലേക്ക് തന്നെ എത്തില്ലേ കാര്യങ്ങൾ? തീർച്ചയായും. കാരണം ഇത് വലിയ തോതിൽ, അതായത് നമുക്ക് പ്രകടമായി തന്നെ ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ വളരെ പ്രകടമായി തന്നെ മുരളീധര സുരേന്ദ്ര പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്തുന്നു, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നു എന്നൊരു തോന്നൽ ഈ പട്ടികയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിനെ ഒന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പോലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വൈസ് പ്രസിഡന്റ് ആക്കുകയാണുള്ളത്. സുധീർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള പരിഗണന മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ചർച്ചയാകും. ഇതിനൊരു കാരണം ഔദ്യോഗിക പക്ഷം, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് കെ.
സുരേന്ദ്രനും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം രണ്ടുപേരും അവരുടെ തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അവലോകന യോഗങ്ങൾ നടന്നു. അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന് വിവരം നൽകുകയും അത് കേന്ദ്ര നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരാതി അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു വെട്ടിനിരത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഒരു വലിയ അമർഷം നേരത്തെ തന്നെ സുരേന്ദ്രനെയും മുരളീധരനെയും ഇവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും നമുക്കറിയാം, ആദ്യം കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ നിന്നും ഇവരെ മാറ്റി നിർത്തിയിരുന്നു. പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിലാണ് രണ്ടുപേരും പങ്കെടുത്തത്. അന്ന് രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിക്കെതിരെ വലിയ വിമർശനം ആ യോഗത്തിൽ ഉയർന്നു എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നിട്ടുള്ളത്. ഇവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല. എം ടി രമേശ് മാത്രമാണ് കഴിഞ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇതിൽ മുരളീധര പക്ഷത്തെയും അതുപോലെ സുരേന്ദ്ര പക്ഷത്തെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ഒപ്പം ശോഭാ സുരേന്ദ്രന് സ്ഥാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുള്ള നീക്കമായിട്ട് കൂടി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ? തീർച്ചയായും. കാരണം ഇതാണ് നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ മുരളീധരനെയും ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പക്ഷം, അതായത് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമുള്ള ആളുകൾ പറയുന്നതിൻ്റെ കൃത്യമായ കാരണം, അവർ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം അവർ വീണ്ടും ഗ്രൂപ്പ് പ്രവർത്തനം നടത്തി. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തി. അത് കേന്ദ്ര നേതൃത്വത്തിന് അത് സംബന്ധിച്ചുള്ള പരാതി ഇവരോടൊപ്പമുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട്. ഗ്രൂപ്പ് യോഗത്തിൻ്റെ തെളിവുകൾ വീഡിയോ സഹിതം അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും കർശനമായ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരന് പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന ആളുകൾ നൽകുന്ന വിവരം. എന്തായാലും ഇത് വലിയ ചർച്ചയിലേക്ക് മാറുകയും അവരുടെ ആഭ്യന്തര കലഹം മൂർച്ഛിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ഈ രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റതിന് ശേഷം അവരുടെ വൈസ് പ്രസിഡന്റുമാരിൽ പലരെയും യോഗങ്ങളിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ സുരേന്ദ്രനെയും മുരളീധരനെയും പോലും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ധൈര്യം രാജീവ് ചന്ദ്രശേഖരൻ കാണിച്ചു. കഴിഞ്ഞ ജില്ലാതല അവലോകന യോഗങ്ങളിൽ 30 ജില്ലാതല അവലോകനങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഉദ്ഘാടകരായി ഇവരെ വെച്ചിരുന്നില്ല. ഇപ്പോൾ അവർക്കോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെയാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവരെ മാറ്റിയിട്ടുള്ളത്. അതിൽ എം ടി രമേശ് മാത്രമാണ് ആ കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി പട്ടികയിലുള്ള ആൾ, ജനറൽ സെക്രട്ടറി പട്ടികയിലുള്ള ആൾ തുടരുന്നത്. മറ്റുള്ള എല്ലാ ആളുകളെയും മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ പാർട്ടിക്കകത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, കൂടുതൽ ആഭ്യന്തര കലഹം മൂർച്ഛിക്കുകയാവും ഉണ്ടാകുക.